ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ ഗൂസ് ബംസ് വരുവാണ്. ചീവീടുകളുടെ സൗണ്ട്, പലതരം കിളികളുടെ കരച്ചിൽ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെയാണ്. ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് ആലപ്പുഴ ജില്ലയിലെ ഏക വനം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ വനമില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷേ അതിപ്പം മാറിക്കിട്ടി. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എനിക്കൊന്ന് വനമായി. ആലപ്പുഴ ജില്ലയിലെ ഏക വനം ഇതാണ്. ട്രെക്ക് ചെയ്യാനായിട്ടൊരു പാത്ത് വന്നിട്ടുണ്ട്. ആക്ച്വലി അത് ട്രെക്കിംഗ് അല്ല. ട്രെക്കിംഗ് എന്ന് പറയുന്നത് 2-3 ദിവസങ്ങൾ നമ്മൾ ലഗേജും നമ്മുടെ സ്റ്റേയും കാര്യങ്ങളായിട്ട് പോകുന്നതിനാണ് ട്രെക്കിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഹൈക്കിംഗ് ആണ്. ഇപ്പോൾ ഹൈക്കിങ്ങിനെ എല്ലാവരും നോർമലൈസ് ചെയ്ത് ട്രെക്കിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഞാനും അങ്ങനെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കിടിലൻ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ റാന്നി ഡിവിഷനിലാണ് നമ്മുടെ ഈ വീവരം വരുന്നത്. അവിടുത്തെ ഈ പദ്ധതിയുടെ പേരാണ് നഗരവാടിക. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. വാ. ഇതിൻ്റെ ഈ ചിത്രശലഭത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? പൂങ്കണ്ണി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ചിറകിലാണ് ഇതിൻ്റെ കണ്ണ് പോലെ നമുക്ക് തോന്നിക്കുന്നത്. കണ്ടോ, രസമുണ്ട്, ഒരു വെറൈറ്റിയാണിത്. മണി 5 മണി ആവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ആയതുകൊണ്ടാണ് ചീവീടുകളുടെ സൗണ്ട്, പലതരം കിളികളുടെ കരച്ചിൽ, പല വെറൈറ്റി ആയിട്ടുള്ള കിളികളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. ഈ മുളങ്കാടിൻ്റെ ഇടയിലും നമുക്കിപ്പോൾ ഇനി ട്രെക്കിങ്ങിന് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു സംരംഭം വരുമ്പം നമ്മൾ ഇവിടെ ഉള്ളവർ ഇങ്ങനെ എപ്പോഴും കൊച്ചുനാൾ മുതലേ കണ്ട് പരിചയമുള്ളത് കാരണം ഈ ആറ്, മുളങ്കാടുകൾ, കാടുകൾ എല്ലാം കണ്ട് ശീലിച്ചവരായതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് വലിയ സംഭവമായിട്ട് തോന്നത്തില്ല. പക്ഷേ ഇത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോഴത്തേക്കിന് ഭയങ്കര രസമായിരിക്കും. കാര്യം നാട്ടിലുള്ളവരും എക്സ്പീരിയൻസ് ചെയ്യണം, പുറത്തുള്ളവരും എക്സ്പീരിയൻസ് ചെയ്യണം. യാത്രയിൽ കൂടെ ഉള്ളത് നമ്മുടെ നാസിയാണ് കേട്ടോ. എങ്ങനെയുണ്ടോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ? അടിപൊളി ആംബിയൻസ് ആണ്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മുടെ ഇവിടം വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മുളങ്കാടുകളും എല്ലാം വന്നപ്പം ഒരു ഭയങ്കര ഒരു ഇവിടുത്തെ ലുക്കേ മാറിയിട്ടുണ്ട് അല്ലേ? പക്ഷെ അധികം ആരും അറിഞ്ഞിട്ടില്ലെന്നോ, ഒത്തിരി പേര് അറിഞ്ഞിട്ടില്ല. ഇത് ഈ വീഡിയോ കാണുന്നവർ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് അതൊരു ഭാഗമാകും. അതുപോലെ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കയറുന്ന എൻട്രിയിൽ തന്നെ വലിയ മരങ്ങളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത്. ഏകദേശം 100 വർഷമൊക്കെ പഴക്കമുള്ള വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കയറുമ്പോഴേ നമുക്ക് ആ ഒരു കാടിൻ്റെ ആ ഒരു ഭീകരത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് വലിയ മരങ്ങൾ കാരണം തണൽ അതേപോലെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ആദ്യമൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഭയങ്കര രസമായിട്ടാണ്. ചെറിയൊരു ബ്രിഡ്ജ് പോലെ, അതും മുള വെച്ചിട്ട്.
നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ പ്രത്യേകതയാണിത്. താഴേന്ന് ഇങ്ങനെ വേര് പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി, ആക്ച്വലി അത് വേരല്ല, ആ മരത്തിൻ്റെ തടി തന്നെയാണ് ഇങ്ങനെ ചുരുണ്ട് പോയേക്കുക. അത് കണ്ട് ഇങ്ങനെ മേളിലോട്ട് പോയേക്കുന്നത് അങ്ങനെ തന്നെ. ഇത് കണ്ടോ, ഇത് എങ്ങ് വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങ് മേള് വരെ അത് പോയിട്ടുണ്ട് കേട്ടോ. മേഘാലയയിലൊക്കെ ഈ റൂട്ട് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിലൊക്കെ ഈ അവർ സെറ്റ് ചെയ്യുന്ന ഇതേപോലെ ഇത്തരം റൂട്ടൊക്കെ വെച്ചിട്ടായിരിക്കും സെറ്റ്. ഇത് ആക്ച്വലി റൂട്ടല്ല, അതിനൊക്കെ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് ആംബിയൻസ്? കിടിലൻ ആംബിയൻസ്. ഇത് എൻ്റെ നാടായിട്ട് പോലും ഇത്രയും വർഷമായിട്ട് പോലും ഞാൻ ഈ ഒരു ഭാഗം വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കയറാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഏകദേശം നല്ല ഉച്ച സമയത്ത് നല്ല വെയിലുള്ളപ്പോൾ പോലും ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് തന്നെ ആയിരിക്കും. കാര്യം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ചുറ്റും നമുക്ക് തണൽ തരുന്നത്. ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു സിംഹാസനം പോലെ ഉണ്ട്. അതെ, ഇവിടെ വേണ്ടേ, ഇവിടെ ഇരിക്കാൻ വേണമെങ്കിൽ ഒരു സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു പ്രത്യേകത നമുക്ക് ഈ കാട് തരുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. അവിടുത്തെ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ അതേ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പ്രോപ്പർ ഫോറസ്റ്റ് തന്നെ. ഇത് നമ്മളാരും നട്ടു വളർത്തിയതല്ല. അല്ല, ഇത് പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ഫോറസ്റ്റിന്റെ ഒരു പാച്ച് ഇവിടെ കിടക്കുന്നതിനാണ്. എല്ലാരും വിയപുരം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടോ, ട്രെക്കിങ് പറ്റുമോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നാ വിചാരിക്കും. പക്ഷെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു തവണയെങ്കിലും വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ ഇനിയും വരണമെന്നേ ഉറപ്പായിട്ടും പറയത്തുള്ളൂ. കാര്യം ഉച്ച സമയത്ത് ഇവിടെ വന്നാൽ പോലും ഈ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കാടിന് ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ ഗൂസ് ബംസ് വരുവാണ്, രോമാഞ്ചം റിയലി. കാര്യം എൻ്റെ നാടിനെ പറ്റി എനിക്ക് പറയുമ്പോൾ ശരിക്കും അഭിമാനം വരുന്നുണ്ട്. കാര്യം എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംരംഭം വന്ന് മറ്റുള്ളവർ നമ്മുടെ നാടിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. അതെ, ഈ ഫോറസ്റ്റിൽ കയറാൻ നമ്മൾ വേറെ എങ്ങും ആക്സസ് കൊടുക്കുന്നില്ലല്ലോ, ആർക്കും പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടും. ആലപ്പുഴക്കാർക്ക് ബീച്ച് മാത്രമേ ഉള്ളൂ. ആലപ്പുഴയിൽ വനം ഇല്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു. എൻ്റെ പേര് അമ്മു, ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. കരുവള ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് എൻ്റെ ലീനുള്ളത്. ഇപ്പം ഇങ്ങോട്ട് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ നിർത്തി വന്നതാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് മരങ്ങളുള്ളതെന്ന്? ഇവിടെ കുറച്ച് മരങ്ങളുടെ പേരുകൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത്. ബാക്കി മരത്തിന്റെ എല്ലാം ബോർഡുണ്ട്, അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മരത്തിന്റെ അതെ അതെ അതെ, ബോർഡുകളെല്ലാം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ കാണുന്ന മരങ്ങളല്ല, ഇത് കാട്ടിൽ തന്നെ കാണുന്ന മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഓരോ മരത്തിന്റെയും നമ്മൾ നേരത്തെ മഞ്ചാഴി മരം കണ്ട പോലെ തന്നെയാണ് ഇവിടെ പുന്ന എന്ന് പറഞ്ഞിട്ടുള്ള മരത്തിന്റെ ആ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയപ്പെടാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഈ മുള്ളൊക്കെ ഉള്ള ഒരു വള്ളിയായത്. ഇഞ്ച അല്ലേ? ആ ഓക്കെ ഓക്കെ, ഇഞ്ച. ഇവിടെ വരെയാ നമ്മുടെ ഇപ്പൊ ട്രക്കിങ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും നമ്മുടെ ഫോറസ്റ്റ് തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞ് കൊട്ടവഞ്ചി കഴിഞ്ഞാൽ നമുക്ക് വേണേൽ അങ്ങോട്ടൊരു ബ്രിഡ്ജ് പ്രപ്പോസ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി അവിടെ വന്ന് കുട്ടവഞ്ചി എക്സ്പീരിയൻസ് ചെയ്ത്
തിരിച്ചിങ്ങനെ കറങ്ങി വരുവാണെങ്കിൽ അതൊരു നല്ല ട്രെക്കിംഗ് എൻഡ് ആവുന്ന ഭാഗത്ത് ഒരു സൈഡിൽ അച്ചൻകോവിലാറും മറ്റൊരു സൈഡിൽ പമ്പയാറും കൂടെ വരുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് മനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. എല്ലാവരും വന്ന് കാണുക. ആലപ്പുഴ ജില്ലയിലെ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ്. എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിഞ്ഞാലും നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റൂ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, എല്ലാവരും സഹകരിക്കുക, എല്ലാവരും വരിക. മുള നമ്മൾ ഈ ഫണ്ടിൽ നിന്ന് തന്നെ വെച്ച് പിടിപ്പിച്ച മുളയാണ്. അപ്പോൾ ഇത് 100 മീറ്ററാണ് 2 സൈഡിലേക്ക്. ഇതിൻ്റെ പ്രധാനമന്ത്രി നഗർവൻ യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് അനുവദിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നടപ്പാക. ഇതിപ്പം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശരിയാവും. ഇത് നമ്മളിനി വരുമ്പോഴത്തേക്കിന് കാണുന്ന ഈ രീതിയിലായിരിക്കത്തില്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതെല്ലാം ക്ലീൻ ആക്കി സെറ്റാവും. ഈ നടപ്പാതയും ഇരുവശങ്ങളിലെ ഇരിപ്പിടങ്ങൾ ഇതിൽ സൈഡിലിരിക്കാനുള്ള ബെഞ്ചും ഒക്കെ സെറ്റ് ചെയ്യും അല്ലേ. കല്യാണത്തിനൊക്കെ സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയൊരു സ്പോട്ട് കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് വളരെ ചിലവ് നമുക്കിപ്പം ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ദൂരങ്ങളൊക്കെ പോകുന്നതിന് പകരം നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഫോട്ടോഷൂട്ട്, ഇതുപോലെ ഫോട്ടോഷൂട്ടാണെങ്കിലും വീഡിയോസിനൊക്കെ ആണെങ്കിലും പറ്റിയൊരു സ്പോട്ടാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ് സിനിമ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പരിസരത്തുള്ള പരിസരക്കാർ പറഞ്ഞാണ് ഞങ്ങൾ ഈ ഷൂട്ടിങ്ങിനെ അറിയുന്നത്. കാര്യം ആ ഒരു ഷൂട്ടിങ്ങിന് കുറച്ച് വീഡിയോസ് എങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. പിന്നെ മഞ്ജു വാര്യരുടെ ജോ ആൻഡ് ദ ഗായ് എന്ന് പറയുന്നത്, പിന്നെ രതി നിർവേദം, ജാക്ക് ആൻഡ് ജിൽ, അത് തന്നെ ജാക്ക് ആൻഡ് ജിൽ ഫിലിമൊക്കെ. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇതാണ്. കുട്ടികൾക്ക് 15 രൂപ, മുതിർന്നവർക്ക് 30, ഫോറിനേഴ്സിന് 100. പിന്നെ നമ്മുടെ ട്രെക്കിങ്ങിന് വരുന്ന ഫെയർ എന്ന് പറയുന്നത് 100 രൂപ. പിന്നെ വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ സെപ്പറേറ്റ് എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ വനശ്രീയുടെ അണ്ടറിൽ വരുന്ന എക്കോ ഷോപ്പാണ് ഇത്. നമ്മളന്ന് ഗവിയിൽ പോയ സമയത്ത് കാണിച്ച കുന്തിരിക്കയില്ലേ, അങ്ങനെയുള്ള മരങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന കുന്തിരിക്കയാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സാണ് ഉള്ളത്? ഇത് ആദിവാസികളുടെ നമ്മൾ നേരിട്ട് ശേഖരിച്ച് ഓരോ പ്രൊഡക്ട്സ്, ഓരോ VDVK എന്ന് പറയും, വനവികാസന ഏജൻസിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഓരോ VDVKയുടെ പ്രോഡക്റ്റ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ നമ്മുടെ യൂക്കാലിപ്റ്റസ് ഓയിലും ലെമൺ ഗ്രാസ് ഓയിലും കൊണ്ടുവരുന്നത് KFDC, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയാണ്. അവർ ഇതുകൊണ്ട് തന്നെ ട്രൈബൽസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. ബാക്കി പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ VSSൻ്റെയും VDVKയുടെയും പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഇത് ഈ ആങ്ങമൂഴി തന്നെ കൊണ്ടുവന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. കാര്യം ആലപ്പുഴ ജില്ലയ്ക്ക് ഈ നഗരവാടിക എന്ന് പറയുന്നൊരു പദ്ധതി വളരെ ഒരു അഭിമാനകരമായൊരു ഇതായിട്ട് മാറട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നമ്മുടെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ. After so many silent years, we found it. A forgotten patch of forest, breathing in its own time. The leaves still whisper ancient stories, untouched, waiting for someone to listen again.